ഹലോ ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് ഒരു സബ് ഫിൽറ്റർ. ഇതൊരു കിഡിലനൊരു ഫിൽറ്ററാണ്. അപ്പോൾ ഇതിൽ സാധാരണ നമ്മൾ സബ് ഫിൽറ്ററിൽ കാണുന്ന പോലെ അല്ലാണ്ട് ഒരു വോൾട്ടേജ് റെഗുലേറ്റിംഗ് സെക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ വരുന്ന 2 ട്രാൻസിസ്റ്റേഴ്സാണ് ഈ മാർക്ക് ചെയ്തേക്കണ ട്രാൻസിസ്റ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഡെഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ ട്രാൻസിസ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് ചെക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ട്രാൻസിസ്റ്റേഴ്സ് ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ചെക്ക് ചെയ്തതിൽ നിന്ന് അത് ഓപ്പണാണ്. ഒരു ട്രാൻസിസ്റ്റർ ഓപ്പണാണ്, പിന്നെ ഒന്നിൽ ബീപ്പ് അടിക്കുന്നുണ്ട്, അത് ഷോർട്ടാണ്. അപ്പോൾ ഇത് രണ്ടും കംപ്ലൈൻ്റ് ആണ്. ഇത് രണ്ടും മാറ്റിയിട്ടിട്ട് ആ ഒരു സെനറും കൂടി 2 സെനർ മിസ്സിങ് ഉണ്ട്. ആ 2 സെനറും കൂടി ഇട്ടിട്ട് നമുക്കിത് വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ശരിയായില്ലെങ്കിൽ നമുക്ക് വേറെ ചെക്ക് ചെയ്യേണ്ടി വരും. BD 139 ഇവിടുന്ന് ഊരിയെടുത്തത്. അതിന് റീപ്ലേസ് ആയിട്ട് BD 139 പുതിയ ട്രാൻസിസ്റ്റർ നമ്മൾ പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഒരു BD 139 പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി BD 140 എടുത്തിട്ട് അത് പ്ലേസ് ചെയ്യാം. നമ്മളെപ്പോഴും ഊരുമ്പോൾ ശ്രദ്ധിക്കണം. ചിലതിൽ മാർക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. ഇതിൽ മാർക്കിംഗ് ഉണ്ട്, ചിലതിൽ മാർക്കിംഗ് ഉണ്ടാവില്ല. അപ്പോൾ ഊരിനു മുമ്പ് ഇതിൻ്റെ ഫസ്റ്റ് ലെഗ് ഇത് ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വേണം പ്ലേസ് ചെയ്യാനായിട്ട്. നമ്മൾ 139 BD 139 140 ട്രാൻസിസ്റ്റർ ഇത് രണ്ടും നമ്മൾ മാറ്റി. ഇനി ഇവിടെ 2 സെനർ ഡയോഡ് മിസ്സിങ് ഉണ്ട്. ആ സെനർ ഡയോഡും കൂടി ഇട്ടിട്ട്, പിന്നെ ഇതിൽ മിസ്സിങ് ഉള്ളത് ഔട്ട്പുട്ടിലൊരു കപ്പാസിറ്ററാണ്. പിന്നെ ഇവിടെ ICക്ക് ഒരു ഇൻപുട്ട് പോയിട്ടുള്ള 2 കപ്പാസിറ്റർ മിസ്സിങ് ഉണ്ട്. 2 കപ്പാസിറ്റർ പാരൽ ചെയ്തിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഒരെണ്ണമായാലും മതി, വാല്യൂ കറക്റ്റായാൽ മതി. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടുന്ന് ഗ്രൗണ്ട് ഒരു കമ്പി എടുത്തിട്ട് ഇവിടുന്ന് അടിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ വരെ. പിന്നെ ഇപ്പുറത്ത് നമ്മൾ സിംഗിൾ സ്റ്റാൻഡ് വയർ ഇട്ടിട്ട് അപ്പോൾ ഗ്രൗണ്ടിൻ്റെ പ്രശ്നം തീർന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഔട്ട്പുട്ടിലേക്ക് 105 ജെയും അതിൻ്റെ ഇൻപുട്ടിലേക്ക്, അതായത് ഫ്രീക്വൻസിക്ക് കൊടുക്കുന്നത് 474 ജെയാണ്. ഇത് രണ്ടും നമുക്ക് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഓൾറെഡി സബ് ഫിൽറ്റർ ബോർഡാണ്. ഇത് മാറ്റിയിട്ട് നമുക്ക് ഈ ബോർഡ് ഇട്ട് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മൾ ഔട്ട്പുട്ട് കപ്പാസിറ്റർ അടിച്ചത്. പിന്നെ ഇതാണ് നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസി ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സെനർ ഇട്ടുണ്ട്, ഗ്രൗണ്ട് അടിച്ചിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പം നമ്മളിതിൻ്റെ ട്രാൻസിസ്റ്ററൊക്കെ മാറ്റിയിട്ടും ഇത് വർക്ക് ചെയ്യില്ല. നോക്കുമ്പോൾ ICയിലേക്ക് ഇത് ഈ റെസിസ്റ്റർ വഴിക്കാണ് അതിലേക്ക് വോൾട്ട് പോകുന്നത്. അപ്പോൾ ഈ IC ആയിട്ട് നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ വോൾട്ടേജ് ഇടുന്നത്. അപ്പോൾ അത് കറക്റ്റാണ്. IC ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ IC ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കാണാം പോസിറ്റീവും നെഗറ്റീവും ടെർമിനൽ നോക്കുമ്പോൾ 60ഒക്കെയാണ് അതിൻ്റെ റെസിസ്റ്റൻസ് കാണിക്കുന്നത്. 500 മേലേക്കാണ് ഇത് റെസിസ്റ്റൻസ് കാണിക്കേണ്ടത്. അപ്പം നമുക്ക് ഈ 2 IC മാറ്റി നോക്കാം. അപ്പം ഞാനിതിൽ എൻ്റെ IC ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യണമെന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അത് ഇതിൽ കാണിക്കുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതല്ലാതെ തന്നെ യൂട്യൂബിൽ കുറേ എടുക്കേണ്ടത്. നമ്മൾ 2 AC ബേസ് സെറ്റാക്കിയിട്ടുണ്ട്. അതിൽ നമുക്ക് സോൾഡർ ചെയ്യണം. നമ്മളിതിൻ്റെ പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്. IC ഇട്ടിട്ടില്ല. നമുക്ക് പവർ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് IC ഇടാം. പുതിയ IC ഒറിജിനൽ IC ആണ്, അത് പോകും. IC
ഇപ്പോൾ അതിൻ്റെ IC ഒക്കെ കൊടുത്തിട്ടുണ്ട്, കണക്ഷനെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇൻപുട്ടിൽ ടച്ച് സബ് വർക്ക് ചെയ്യുന്നതാണോ? അപ്പോൾ നമ്മുടെ സബ് ഫിൽറ്റർ ബോർഡ് റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ഈ സെറ്റ് റീവർക്ക് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. എല്ലാവരും എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതിൽ മാറ്റിയത് വന്നിട്ട് വോൾട്ടേജിങ് റെഗുലേറ്റിംഗ് സെക്ഷനിലെ 2 ട്രാൻസിസ്റ്റർ BD 140 BD 130, പിന്നെ മെയിൻ IC 2 ഉള്ളതും മാറ്റി. പിന്നെ സെനർ ഡയോഡ് മിസ്സിങ് ഉണ്ടായിരുന്നു, 2 സെനർ ഡയോഡും ഇട്ടു.